ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചിക്കൻ കറിയാട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെ വീട്ടിൽ വെക്കുന്നത് ചിക്കൻ കറിയെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചേരുവകളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം കുടുക്ക അടുപ്പത്ത് വെച്ചു, എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അപ്പോൾ പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് വണങ്ങി വന്നപ്പോൾ തക്കാളി ഇട്ടിട്ടോ. ഇനി തക്കാളി സബോളി നല്ല വഴണ്ടി വരണതാ. നല്ല മഴ ഉണ്ടിട്ടപ്പോൾ ഞങ്ങളെ ഇവിടെ. അപ്പോൾ തക്കാളി സബോളി ഇങ്ങനെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് നിന്നിട്ട് അതിൽ ഇത്തിരി പെരിഞ്ചീരക പൊടി ഇട്ടിട്ടോ. അത് നിന്നിട്ടും വഴറ്റണം. എന്നിട്ട് അതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അങ്ങനെ ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റുക. അപ്പോൾ കണ്ടങ്ങനെ വഴണ്ടി വരും. ഈ വഴണ്ടി വന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല വഴണ്ടി വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടാം. ഇവിടെ അധികം വെള്ളം പോലെ പറ്റില്ല, അതാണ് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുന്നത്. അപ്പോൾ തക്കാളി സബോളൊക്കെ മസാലയിൽ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കണം. തിളച്ച് ആ മസാല ഒക്കെ ഉള്ളിയും തക്കാളിയിലൊക്കെ നല്ല പൊടിച്ച് വന്നു കേട്ടോ. നമുക്കിങ്ങനെ കണ്ടോ, കാണുമ്പോൾ തോന്നില്ല നല്ല മസാലയൊക്കെ നല്ലതായിട്ട്. നല്ല മഴയാണ് മുറ്റത്ത്. അപ്പോൾ നല്ല വഴണ്ടി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടുക. മക്കൾ ചിക്കൻ കുടുക്കയിൽ വെക്കണം ചിക്കൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വെച്ച് അതിൽ നിറയുണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ അതിലിട്ടിട്ട് നല്ല പെരട്ടിയിട്ട് വെക്കണം കേട്ടോ. നല്ല കണ്ട മസാല ഇറച്ചിയിൽ നല്ല പൊടിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ നല്ല ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഇറച്ചിയിൽ എല്ലാത്തിനും പിടിച്ചില്ലേ. നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ അതിലത്തെ ഇറച്ചിയുടെ ചിക്കനത്തെ വെള്ളം അങ്ങനെ ഊർന്ന് വരും കേട്ടോ. അപ്പോൾ അതിന് അധികം വെള്ളമാക്കാൻ, ഇവിടെ നല്ല വെള്ളമാക്കണത് ഇവിടെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. കണ്ടോ ചിക്കനിൽ വെള്ളം ഊർന്ന് വന്നിക്കണത്. ഇനി അങ്ങനെ കുറച്ച് നേരം കൂടി നമുക്ക് വേവിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പും മസാലയൊക്കെ പാകത്തിനുണ്ട്. എന്താ ചിക്കൻ വെന്തിക്കണം നോക്കട്ടെ. ചിക്കൻ വേവാനായിക്കണം. ഇനി നമുക്ക് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇടാം. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി. ഇവിടെ ആവശ്യത്തിന് ഞാനുണ്ട്. ചിലർക്ക് നല്ല വെള്ളം പോലെ വെക്കണം. ഇവിടെ അങ്ങനെ കറി നല്ല വെള്ളം പോലെ വെക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത്. നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ മൂടി വെക്കുക. കുറച്ച് പേരെ കൂടി ഒന്ന് വേവട്ടെ പറഞ്ഞിട്ട് മൂടി വെച്ചതാണ്. അടിപൊളിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിത്താളും കരിവേപ്പിൻ്റെ ഇലയും ഒന്ന് ഇടാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മല്ലിത്തളത്തിൻ്റെ കരിവേപ്പിൻ്റെ ഇലയൊക്കെ മണം കറി ഇങ്ങനെ തിളക്കുമ്പോഴായിരിക്കും നല്ല പൊടിക്ക് വരും. അതാണ് താളിക്കനാട്ടി മുമ്പേ ഒന്ന് കുറച്ച് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ മൂടി വെക്കുകയാണ്. അപ്പോൾ നല്ല കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിയായി, ചിക്കൻ കറി ശരിയായി. എന്താ അടിപൊളിയായിട്ടില്ലേ, നല്ല കളറൊക്കെ ആയിട്ട്. നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. ഒന്ന് താളിച്ച് ഒഴിക്കാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചെറുള്ളി അരിഞ്ഞത് ഇടാട്ടോ. ചിലരൊന്നും ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് താഴ്ച വെക്കണേരി മൂപ്പിക്കില്ല, പക്ഷെ ഇവിടെ മൂപ്പിക്കൂട്ടോ. ഇങ്ങനെ മൂത്ത് ഉള്ളി നല്ല മൂത്ത് വരണം. അപ്പം നമുക്ക് അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇടാം. ഇതാ കണ്ടോ, നല്ല മൂത്ത് വരുന്നുണ്ട്. ഇതാ കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടോ. ഗ്യാസ് നിർത്തിയിട്ട് നമുക്കത് കുടുക്കയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ ചിക്കൻ കറി. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടിപൊളിയായില്ലേ ചിക്കൻ കറി? ഓക്കെ, ബൈ ബൈ.